കായൽക്കരയിലെ രഹസ്യം ഫൈനൽ പാർട്ട്. നിങ്ങൾ ഗോവിന്ദന്റെ മോതിരം ഊരിയെടുക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് മോതിരം ഗോവിന്ദന്റെ കൈയിൽ ഒരു മുറിവുണ്ടാക്കി. മോതിരം ഊരിയെടുത്ത ഉടൻ തന്നെ നിങ്ങൾ അത് നിങ്ങളുടെ കൈയിലിട്ടു, ശരിയല്ലേ? നിങ്ങൾ എന്തിനാണ് മോതിരം ഊരിയെടുത്തത്? അത് നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്കു വേണ്ടി വാങ്ങി നൽകിയതായിരുന്നു, അല്ലേ? അത് ഗോവിന്ദന്റെ കൈവശം എങ്ങനെ എത്തി? ഇത് കേട്ട് രാജലക്ഷ്മിയുടെ മുഖം വിളറി. ഗോവിന്ദനുമായി അവർക്ക് രഹസ്യബന്ധമുണ്ടായിരുന്നു. ഗോവിന്ദൻ അവരെ ഭീഷണിപ്പെടുത്താനായി അവരുടെ വിവാഹമോതിരം മോഷ്ടിച്ചു. അത് തിരിച്ചുവാങ്ങാൻ വേണ്ടിയുള്ള പിടിവലിക്കിടയിൽ രാജലക്ഷ്മി ഗോവിന്ദന്റെ കഴുത്തിൽ ഞെക്കി. ഒരു നേർത്ത ചതവ് മാത്രം. ഞാൻ അത് സമ്മതിക്കുന്നു. ഞാൻ അറിയാതെ സംഭവിച്ചുപോയതാണ്. രാജലക്ഷ്മി പൊട്ടിക്കരഞ്ഞു. അപ്പോൾ കൊലപാതകം നടന്നത് ഗോവിന്ദന്റെ വീട്ടിൽ വെച്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കായൽക്കരയിലേക്ക് ആരാണ്, എങ്ങനെയാണ് എത്തിച്ചത്? അബദ്ധത്തിൽ കൊലപാതകം സംഭവിച്ചപ്പോൾ ഭയന്നുപോയ ഞാൻ വിശ്വസ്തനായ ഒരു ജോലിക്കാരന്റെ സഹായത്തോടെ കാർ ഉപയോഗിച്ച് മൃതദേഹം കായൽക്കരയിൽ ഉപേക്ഷിച്ചു. ശ്രീധരൻ നായർ തന്റെ സിഗരറ്റ് വീണ്ടും കത്തിച്ചു. സതീശ, ഒരു തുകൽ ഷൂ, അല്പം ചന്ദനപ്പൊടി, ഒരു നേരിയ മുറിവ്. ഈ 3 കാര്യങ്ങളാണ് എന്നെ സത്യത്തിൽ എത്തിച്ചത്. എന്നാൽ കൊലപാതകിക്ക് ഒരു സഹായി ഉണ്ടെങ്കിൽ അവരുടെ കാൽപ്പാടുകൾ എന്തുകൊണ്ട് നമ്മൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല? ഞാൻ ചോദിച്ചു. സഹായി ഒരുപക്ഷെ സാധാരണ ചെരുപ്പുകളായിരിക്കും ധരിച്ചിരുന്നത്. കായലിന്റെ തീരത്തുള്ള മണലിലോ ചെളിയിലോ ഇത്തരം ചെരുപ്പുകളുടെ പാടുകൾ എളുപ്പത്തിൽ മാഞ്ഞുപോകാം. പോലീസ് രാജലക്ഷ്മിയെയും സഹായിയെയും അറസ്റ്റ് ചെയ്തു. ആ സായാഹ്നത്തിൽ തിരികെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചു, ശ്രീധര, നിങ്ങൾ കൊലയാളിയെ എങ്ങനെ തിരിച്ചറിഞ്ഞു? സതീശ, തെളിവുകൾ സത്യം പറയുന്നു. നമ്മൾ അത് കേൾക്കണം, അത്രമാത്രം.